ഇതെന്താന്ന് ഇപ്പോൾ ഉണ്ടാക്കിയെന്നല്ലേ? ഇതൊരു കുഞ്ഞ് ആസ്ട്രോനറ്റിൻ്റെ കീ ചെയിനാണ്. അപ്പോൾ ഇത് ഞാൻ ഒരാൾക്ക് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇത് ആരാന്ന് അറിയണേൽ ലാസ്റ്റ് വരെ സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ മനസ്സിലാവും. പിന്നെ ഞാൻ ഒരു കീ ചെയിനും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം ഫാബ്രിക് പെയിൻ്റ് എടുത്ത് കീ ചെയിൻ ഉണ്ടാക്കുന്ന ബോർഡുമേൽ ജസ്റ്റ് വെച്ച് പെയിൻ്റ് അടിക്കുക. ബ്ലാക്ക് കളർ സ്കൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുൾ അടിച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആസ്ട്രോനറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആസ്ട്രോനറ്റ് ഉണ്ടാക്കാൻ ഞാൻ വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് ഒരു വലിയ സർക്കിൾ പോലെ ആക്കി എടുക്കേണ്ട, ഒരു ഓവലും ഒരു സർക്കിളും അത് വെച്ച് ജസ്റ്റ് ഒട്ടിക്കുക. പിന്നെ കൈയും കാലൊക്കെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിക്കുക. ആസ്ട്രോനറ്റ് കാണാൻ ഒറിജിനൽ പോലെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ചെറിയ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നുകൊണ്ട്. പിന്നെ ബ്ലാക്ക് കളറ് ഫേസിന് ഒട്ടിച്ചു കൊടുത്തിരുന്നു. സെൻറ്ററിൽ ഞാനൊരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തിളങ്ങുന്ന രീതിയിലുള്ള സ്റ്റാർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ആ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും കളർ എടുക്കുക, മിക്സ് ചെയ്യുക. അപ്പം ഒരു ആഷ് കളറിലായി വരും. ആഷ് ഗ്രേ കളറിൽ ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഈ ഗ്രേ കളർ ക്ലേ അതിനുള്ളിലേക്ക് ഒരു പൈപ്പ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നൊരു സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ട് നല്ലോണം ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു പീസ് എടുത്തിട്ട് സ്റ്റോണിൻ്റെ പീസ് എടുത്ത് വെക്കുന്നുണ്ട്, അത് വെക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ആസ്ട്രോനറ്റ് എങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നില്ലേ? അത് നിൽക്കാനായിട്ട് ഞാൻ സാധാ ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് കൂടെ എടുത്ത് മുകളിലോട്ട് ഇടുക. എന്നിട്ട് ക്ലേ വെച്ച് ബാക്കിൽ ഒട്ടിക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുക. അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഈ ബോട്ടിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഈ ഒരു ഹൈറ്റ് വേണമെന്ന്. അപ്പോൾ ഹൈറ്റിന് അനുസരിച്ച് ഈ ടോപ്പിൻ്റെ മുകളിൽ ഈ ഒരു ത്രെഡ് വെട്ടിയിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ബോട്ടിലിൻ്റെ ഈ ടോപ്പ്. അപ്പോൾ ആക്കി കൊടുക്കുമ്പോൾ സാധനം സെറ്റാവും. അപ്പോഴേക്ക് കീ ചെയിൻ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു കോയിൻ വെച്ചിട്ട് ഈ ബ്രഷ് പെന്ന് കിട്ടണ ഈ ആഷ് കളറില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഞാനൊരു സാറ്റേൺ പ്ലാനറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടി ജസ്റ്റ് ഒരു സർക്കിൾ റിങ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം വരച്ചു കൊടുക്കാം. ഒരു റൗണ്ട് കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 ലെയർ ആക്കിയിട്ട് നല്ല കട്ടിയിൽ കൊടുത്ത് സ്റ്റാറൊക്കെ കൊടുത്ത് ബാക്കിൽ NEMS എന്നൊക്കെ എഴുതി അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. വീഡിയോന് ക്ലിയർ ഇല്ലാത്തത് രാത്രി എടുത്തുകൊണ്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആർക്കാണെന്ന്. അപ്പം ഞാൻ സുനിത വില്യംസിന് കൊടുക്കാനായിരുന്നു ഉണ്ടാക്കിയത്. എനിക്കവിടെ എത്തിപ്പോൾ മനസ്സിലായത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അവിടെയുള്ള സ്പേസുള്ള എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു തന്നിരുന്നു. അവൾ അവിടെ ഉള്ള എങ്ങനെ സ്പേസ് വാക്ക് ചെയ്തതെന്നും പിന്നെ അവിടെ എങ്ങനെയായിരുന്നു ഗ്രാവിറ്റി എന്നും പിന്നെ അവിടെ ഉള്ള ലൈഫും അങ്ങനെ എല്ലാം പറഞ്ഞു തന്നിരുന്നു. അതുപോലെ തന്നെ ഇവൾ തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കിയിരുന്നു, പക്ഷെ അവളെ കിട്ടിയില്ല. അവളങ്ങനെ പോലീസൊക്കെ ചുറ്റിലും നിന്നിട്ട് അങ്ങോട്ട് പോയതിനേക്കാളും ഇതായിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ചൊരു സംഭവം, എനിക്കൊരു ഓട്ടോഗ്രാഫ് കിട്ടണമെന്നായിരുന്നു. അപ്പം എനിക്ക് ഒറിജിനൽ ഓട്ടോഗ്രാഫ് കിട്ടിയപ്പോൾ സമാധാനമായി. അവിടെ ഞാൻ ഭാവനനെയും കണ്ടിരുന്നു. അപ്പം നിങ്ങളും ആ സ്റ്റേജിലുണ്ടായതിനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.